ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒരേ കാര്യം എല്ലാ ദിവസവും പറയേണ്ടി വരുന്നുണ്ട് എങ്കിൽ, എന്നിട്ടും അവർക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല എങ്കിൽ, ഒരിക്കലും അതിനർത്ഥം അവർക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നല്ല. മറിച്ച് അതിനർത്ഥം അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രാധാന്യവുമില്ല. അവർ നിങ്ങൾക്ക് യാതൊരു ബഹുമാനവും നൽകുന്നില്ല എന്നാണ്. പുതിയൊരു സ്വപ്നം കാണാനോ മറ്റൊരു ലക്ഷ്യം സ്ഥാപിക്കാനോ പ്രായപരിധി ഇല്ലെന്ന് തിരിച്ചറിയുക. കള്ളങ്ങൾ അതിവേഗം വിശ്വസിക്കപ്പെടും. സത്യം വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടിവരും. അതാണ് ലോകം. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ളവർ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമാണ്. മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷേ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. മനസ്സ് വല്ലാതെ തളർന്നിരിക്കുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വാക്ക്, അല്ലെങ്കിൽ ഒരു നോട്ടം, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി, അതും മതി എല്ലാം മറക്കാൻ. എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, ആരൊക്കെ തളർത്തിയാലും ഈ ചിരി മായില്ല എന്ന് കാണിക്കാൻ. അവകാശപ്പെടാൻ മാത്രം കഴിയുന്ന രക്തബന്ധങ്ങളെക്കാൾ എത്രയോ വലുതാണ് സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന സുഹൃത്ത് ബന്ധങ്ങൾ. ജീവിതം മരണത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ സ്നേഹിക്കുന്നത്, പക്ഷേ നിങ്ങളെ വെറുക്കുന്നു? മരണം പ്രതികരിച്ചു, കാരണം നിങ്ങളൊരു മനോഹരമായ നുണയാണ്, ഞാൻ ഒരു വേദനാജനകമായ സത്യവും. ഒരു പെണ്ണ് ഭാഗ്യവതിയാകുന്നത് കാശുള്ള ഒരാളെ വിവാഹം ചെയ്യുമ്പോഴോ സ്നേഹിച്ച ഒരാളെ സ്വന്തമാക്കുമ്പോഴല്ല, മരണം വരെയും സ്നേഹവും സമാധാനവും നൽകുന്ന ഒരു പുരുഷൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. സ്നേഹിക്കപ്പെടുകയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യനോളം വേദനിക്കുന്ന മറ്റൊരാളും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. നമ്മൾ വാശി പിടിച്ച് നേടിയ വിജയങ്ങൾക്ക് പിന്നിൽ നമ്മളോട് തോറ്റുതരാൻ മനസ്സുള്ള നിഷ്കളങ്കമായ മനുഷ്യരുടെ സ്നേഹമുണ്ടാകും. ഇടയ്ക്കെല്ലാം തനിയെ നടക്കുക. ചേർന്നിരിക്കുമ്പോഴും ചേർന്ന് നടക്കുമ്പോഴും കാണാതെ പോകുന്ന പല കാഴ്ചകളും തനിച്ചാകുമ്പോൾ കണ്ണിൽ കുരുങ്ങും. ജീവിതത്തിൽ ചെറിയ ഒരു റിസ്ക് എങ്കിലും എടുക്കാത്തവർക്ക് ഒന്നും നേടാനാകില്ല. ചിലപ്പോൾ ഒരു തവണ പരാജയപ്പെട്ടു എന്ന് വരും. എന്നാൽ അതിൽ നിന്നും ലഭിച്ച പാഠങ്ങൾ നിങ്ങളെ അടുത്ത തവണ കൂടുതൽ കരുത്തുറ്റവരാക്കും. ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരമാവുകയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടൊരിക്കലും തിരിച്ചു കിട്ടുകയുമില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം നമ്മൾ ജീവനോളം സ്നേഹിക്കുന്നവർ നമ്മെ മനസ്സിലാക്കാത്തതാണ്. കഠിനാധ്വാനം ചെയ്ത് വിജയത്തിലെത്തിയാലും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും കേൾക്കേണ്ടി വരും. നമ്മുടെ സന്തോഷം കെടുത്താൻ വന്ന പാഴ്വാക്കുകളെ തള്ളിക്കളയുക. സന്തോഷിക്കേണ്ടതായ സമയത്ത് സന്തോഷിക്കുക, അഭിമാനിക്കുക. ഇനിയും നേടാനുണ്ടേറെ. 2 കാര്യങ്ങൾക്ക് ആരെയും നിർബന്ധിക്കരുത്. ഒന്ന് സ്നേഹവും മറ്റൊന്ന് ആരാധനയുമാണ്. രണ്ടും ഹൃദയത്തിൽ നിന്നുള്ളതാണ്. സാമൂഹിക ജീവിയായ മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിൽ പരസ്പരം സഹായം ചെയ്യേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. ആരെയും ആശ്രയിക്കാതെ ഒരാൾക്കും ജീവിക്കാനാവില്ല. നാം സ്വീകരിക്കുന്ന ഓരോ സഹായത്തിനും നന്ദിയുള്ളവരായിരിക്കുക. സഹതാപം പിടിച്ചുപറ്റി സഹായം സ്വീകരിക്കുന്നത് ഒരു മിടുക്കായി കാണാതിരിക്കുക. സഹായം സ്വീകരിക്കുന്നത് ഒരു അവകാശമായും കാണാതിരിക്കുക. കഴിവതും ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാം. ഞാൻ എന്താണ് പറഞ്ഞത് അതിന് ഞാൻ ഉത്തരവാദിയാണ്. പക്ഷെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കി എന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക എന്നത്. പലരും നിങ്ങളെ വെറുക്കുന്നതിൻ്റെ പ്രധാന കാരണം അവർ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊപ്പം എത്താനുള്ള ആഗ്രഹം സാധിക്കാത്തതിനാലാണ്. നമുക്കുള്ളത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. എല്ലാവർക്കുമുള്ളത് നമുക്കും ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഒരാളുടെ ഇല്ലായ്മയെ പരിഹസിക്കാൻ നാം ആരുമല്ല. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. കാരണം അനന്തരഫലങ്ങൾ നേരിടേണ്ടതും നമ്മൾ തന്നെയാണ്.
അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്താൻ സഹായിക്കുന്നത്. അതിനാൽ ഭാവി ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് വിദ്യാഭ്യാസം എന്ന കാര്യം ഓർക്കുക.